നമസ്കാരം. വിളിച്ചാൽ വിളിപ്പുറത്താണ് ചോറ്റാനിക്കര അമ്മ. ഇത് ഏവരുടെയും അനുഭവം തന്നെയാണ്. ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ നടയിലെത്തി വിഷമം പറയുകയാണ് എങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ഏവർക്കും അനുഭവമുള്ള ഒരു കാര്യം തന്നെയാണ്. ചോറ്റാനിക്കര അമ്മയുമായി ബന്ധപ്പെട്ട് വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ചോറ്റാനിക്കര മകം തൊഴൽ. മകം തൊഴിലുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും. നാളെ ചോറ്റാനിക്കരയിൽ കാല് കുത്തുവാൻ സാധിക്കുന്നത് പോലും സൗഭാഗ്യമാണ്, മുൻജന്മ പുണ്യമാണ് എന്ന് മനസ്സിലാക്കുക. ചോറ്റാനിക്കര മകം തൊഴിലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദേവി കടാക്ഷത്താൽ ചില കാര്യങ്ങൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ ദേവി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോറ്റാനിക്കരമ്മയുടെ കടാക്ഷത്താൽ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല രീതിയിലുള്ള ആശങ്കകൾ, അതേപോലെ തന്നെ മാനസികപരമായ ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിരുന്ന വിഷമതകൾ ഒഴിവാക്കുവാൻ സാധിക്കും. പണവുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പണം നിയന്ത്രിതമായി തന്നെ ചിലവാക്കുവാൻ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അനുരഞ്ജനത്തിലാകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെയും സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹം പകരുവാൻ അവർക്ക് സാധിക്കും. സുഖഭോജനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. പ്രത്യേകിച്ചും വാഗ്ദാനങ്ങളുണ്ട് എങ്കിൽ അത് പാലിക്കുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കും. എന്നിരുന്നാൽ പോലും ജീവിതത്തിൽ തർക്കങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്നു. ദേവിയുടെ കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യസാധ്യത്തിന് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പഠനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത, സമാധാനം എന്നിവ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കർമ്മരംഗത്ത് ഉത്സാഹം വന്നു ചേരും. ആത്മവിശ്വാസം എല്ലാ കാര്യങ്ങളിലും പ്രകടമാകുന്ന അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ചോറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ, പ്രത്യേകിച്ചും ഇവരുടെ ജീവിതത്തിൽ അമ്മയുടെ കടാക്ഷത്താൽ പല ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ അമ്മയുടെ കടാക്ഷത്താൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഉപാധികളോടെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. കരാറുകൾ പോലും പുതുക്കിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളിലും തളർച്ച നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ പോലും സുഹൃത്തുക്കളുടെയും ജീവിത പങ്കാളിയുടെയും പിന്തുണയാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഏർപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കടബാധ്യതകൾ ദേവിയുടെ കടാക്ഷത്താൽ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. കൂടിയ ആലോചനകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യും. അത്തരത്തിൽ അനുകൂലമാണ് ഫലം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാകുന്നു. മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ കടാക്ഷത്താൽ ഈ സമയം ഉന്മേഷവും കർമ്മ തൽപരതയും വർദ്ധിക്കുന്ന സമയമാകുന്നു. കുട്ടികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇപ്പോൾ അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ തന്നെയാകാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട്
നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേരും. കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. അസുഖങ്ങളുണ്ടായിരുന്നു എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ രോഗശാന്തി നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. ശുഭവാർത്തകൾ കേൾക്കുവാനും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ചില നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും ചോറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തടസ്സങ്ങൾ കൂടാതെ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് അമ്മയുടെ കടാക്ഷത്താൽ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും. ശനി മൗഢ്യത്തിലാണ്, എന്നിരുന്നാൽ പോലും ദേവിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ആത്മശക്തി വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്നതാണ്. കാര്യങ്ങൾ മന്ദഗതിയിലായിരുന്നു എങ്കിലും അതെല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണ്, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാം. അതേപോലെ തന്നെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട്, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല കാര്യങ്ങളും വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ആദായം പ്രതീക്ഷിക്കാം, അഥവാ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരും. കടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ശുഭകരം. അതിനുള്ള ചില അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ദേവിയുടെ കടാക്ഷത്താൽ അനുകൂലം തന്നെയാണ്. അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മക നക്ഷത്രക്കാർക്ക് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കും. എതിർപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ വാർത്തകൾ തേടി എത്താവുന്നതാണ്. മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട്, മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പ്രശംസ വന്നു ചേരാം. കച്ചവടവുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ദേവിയുടെ കടാക്ഷത്താൽ തന്നെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും മുൻതൂക്കം നൽകുകയും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പിണക്കങ്ങൾ, തർക്കങ്ങൾ എന്നിവ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളുടെയും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹപ്രവർത്തകർ തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് എന്ന കാര്യം ഓർക്കുക. എന്നാൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ സമയം അനുകൂലമാണ്. മത്സര പരീക്ഷകളിലും മറ്റു കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തടസ്സങ്ങൾ കൂടാതെ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അവഗണനകൾ ഒഴിവായി കിട്ടുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും എങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അധ്വാനം അർത്ഥപൂർണമാകും. ദേവിയുടെ കടാക്ഷത്താൽ അത്തരത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മികവ് പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ, അത്തരം സംഭവങ്ങൾ
കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളാണ് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേരും. പല കാര്യങ്ങളും അനായാസം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്ന് ചേരുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് ഗാർഹികമായി പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തന്നെ ചെയ്യും. കുടുംബാംഗങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള അനൈക്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില വ്യക്തികൾക്ക് വീട് വിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്ത് പോകേണ്ടതായ അവസ്ഥകൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമാകും. അത്തരം ജോലികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. എന്നാൽ ചിലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് ഈ സമയം. അത് മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം ശുഭകരമായ വാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം ദേവിയെ പ്രാർത്ഥിച്ച് ചോറ്റാനിക്കരമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും.